എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആ വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊണ്ടെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകാം. MG യൂണിവേഴ്സിറ്റി അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് കഴിഞ്ഞ്. ഇന്നലെ 5 മണി വരെയായിരുന്നു അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ. പുതിയ അപേക്ഷകളും സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇന്നലെ 5 മണി വരെ അവസരമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 ദിവസത്തിനകം തന്നെ, വിത്തിൻ 2 ഡേയ്സിനകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് എന്താണ്, MG യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ പുതിയ അപേക്ഷകൾ വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെയാണ് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നത്. ഒപ്പം എഡിറ്റിങ്ങിനുള്ള അവസരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.